നമുക്ക് അറിയുന്നത് പോലെ സ്കന്ദപുരാണം 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുരാണമാണ്. ശ്ലോകസംഖ്യയുടെ കണക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പുരാണമാണ് സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിലെ വൈഷ്ണവ ഖണ്ഡത്തിലെ 25 അധ്യായങ്ങളാണ് വൈശാഖ മാഹാത്മ്യത്തെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നത്. അതിന്റെ ആമുഖവും കഴിഞ്ഞ 3 അധ്യായങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ സംവാദം നടക്കുന്നത് അംബരീഷ മഹാരാജാവും നാരദ മഹർഷിയും ചേർന്നിട്ടാണ്. ഏത് സംവാദമായാലും അത് ആരാണ് പറയുന്നത്, ആരാണ് കേൾക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയുന്ന ആൾ സാക്ഷാൽ നാരദ മഹർഷി. നാരം ദദാതീതി നാരദഃ, പരമാത്മജ്ഞാനത്തെ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന, എല്ലാ ഭക്തന്മാരെയും ഈശ്വരനിലേക്ക് നയിക്കുന്ന ആ നാരദ മഹർഷിയാണ് പറയുന്ന ആള്. കേൾക്കുന്ന ആളാവട്ടെ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു രാജർഷി, അംബരീഷ മഹാരാജാവ്. അപ്പൊ എന്തുകൊണ്ടും വക്താവിനെയും ശ്രോതാവിനെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ള മഹാത്മാക്കൾ തമ്മിലുള്ള ഒരു സംവാദമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് ആമുഖമൊന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് ഇന്നലെ ദാനമാഹാത്മ്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വൈശാഖ മാസം ദാനത്തിന് ഏറ്റവും യോജിച്ച ഒരു മാസമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, ചില കാലങ്ങളില് ചില പ്രത്യേക ദേശങ്ങളില് കുറച്ച് മഹത്വം എല്ലാത്തിനും കൂടും. ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, അവയെല്ലാം പുണ്യകരങ്ങളാണ്. എങ്കിലും ചില ക്ഷേത്രങ്ങളെ നമ്മൾ മഹാക്ഷേത്രങ്ങളായിട്ട് അങ്ങനെ കണക്കാക്കുന്നു, പുണ്യസ്ഥാനങ്ങളായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇതുപോലെ ചില ദേശങ്ങളില് ചില കാലങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകത കൂടും. ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു മാസമാണ് വൈശാഖ മാസം. അപ്പൊ അതിനെപ്പറ്റി ഇന്നലെ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് വൈശാഖ ധർമ്മ പ്രശംസ എന്നാണ്. വൈശാഖ മാസത്തിലെ ധർമ്മത്തെ പറ്റിയിട്ടുള്ള പ്രശംസ, അതിനെ പറ്റിയിട്ടുള്ള വിചാരം. വൈശാഖ മാസത്തിൽ നമ്മൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് ആചരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യരുതാത്തത്, ഇതിനെ വിസ്തരിച്ച് പറയുകയാണ് 4-ാമത്തെ അധ്യായത്തിൽ. വൈഷ്ണവഖണ്ഡേ വൈശാഖമാസ മാഹാത്മ്യം അധ്യായഃ 4. നാരദ ഉവാച തൈലാഭ്യംഗ്യം ദിവാ സ്വാപം തഥാ വൈകാംസ്യ ഭോജനം ഖിട്വാ നിദ്രാം ഗൃഹേ സ്നാനം നിഷിബ്ധസ്യ ച ഭക്ഷണം വൈശാഖേ വർജയേദഷ്ടൗ ദിഭുക്തം നക്തഭോജനം. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഉണ്ട് എല്ലാ കാലങ്ങളിലും. അപ്പൊ ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ ആദ്യം പറയുന്നത് വൈശാഖ മാസത്തിൽ നിഷിദ്ധങ്ങളായിട്ടുള്ള 8 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തൈലാഭ്യംഗം. തൈലാഭ്യംഗം എന്ന വാക്കിന്റെ അർത്ഥം ശരീരത്തിൽ എണ്ണ തേക്കുക എന്നുള്ളതാണ്. അതായത് എണ്ണ തേച്ചു കുളി മുതലായ കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ വാച്യാർത്ഥം മാത്രം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു മാസം വൈശാഖ മാസത്തിൽ എണ്ണ തേക്കാൻ പാടില്ല, അങ്ങനെ മാത്രമല്ല, അതല്ല അതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ നല്ലോണം എണ്ണ തേച്ച് കുളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീര സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പൊ ശരീര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വ്രതം, ഉപാസന, ജപം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും, അല്ലെങ്കിൽ അതിനുള്ള സമയം കുറയും. അതുകൊണ്ട് ഈ ശരീരത്തെ പോഷിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ശരീരത്തെ അലങ്കരിക്കുന്ന കാര്യത്തിൽ അധികം ശ്രദ്ധിക്കരുത്. അത് ഏത് വ്രതകാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ശ്രദ്ധ നമ്മുടെ ജപ, ഉപാസനാദി കാര്യങ്ങളിലാവണം. അപ്പൊ അതുകൊണ്ടാണ് 1-ാമത്തെ കാര്യമായിട്ട് തൈലാഭ്യംഗം. പിന്നെ പറയുന്നു ദിവാസ്വാപം. ദിവാസ്വാപം എന്ന് വെച്ചാൽ പകലുറക്കം എന്നാണ് അർത്ഥം.
അപ്പോൾ ഏത് വ്രതങ്ങളുടെ ചിട്ടകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അതിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യമായിട്ട് പറയും പകലുറക്കം എന്നുള്ളത്. പകല് നമുക്ക് പലപ്പോഴും ഉറങ്ങാനൊക്കെ തോന്നാറുണ്ട്. അത് എപ്പോഴാണ് കൂടുതലായിട്ട് തോന്നുക വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറയെ കഴിച്ചിട്ട് അപ്പൊ ഇങ്ങനെ പതുക്കെ മയക്കമൊക്കെ വരും. അപ്പൊ ഈ ഭക്ഷണം അധികം കഴിക്കുന്നതാണ് ഉറക്കത്തിനുള്ള ഒരു പ്രധാന കാരണം. അപ്പൊ ഈ പകൽ ഉറങ്ങരുത് എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ചിട്ട് ലഘുവായിട്ട് ആഹാരമൊക്കെ കഴിക്കാവൂ എന്നുള്ള ഒരു അർത്ഥം കൂടി അതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ പകലുറക്കം എന്നുള്ളത് സ്വതവേ നമ്മൾ ഏത് വ്രതത്തിലും നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ കാര്യം ദിവാസ്വാപം. മൂന്നാമത്തേതായിട്ട് കാംസ്യഭോജനം എന്ന് പറയും. കാംസ്യഭോജനം എന്നതുകൊണ്ട് ഓട്ടുപാത്രം മുതലായവയിലുള്ള ഊണ് എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. കാംസ്യം എന്ന വാക്കിന് 2 തരത്തില് അർത്ഥം കണ്ടിട്ടുണ്ട്. ഓട്ടുപാത്രം അതുപോലെ സ്വർണപാത്രം എന്നും ഒരിടത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള് നല്ല സുഖകരങ്ങളായിട്ടുള്ള പാത്രങ്ങളിൽ ഉണ്ണുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക, ഇത്തരത്തിലുള്ള ആഡംബരം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭോഗാസക്തിയൊന്നും ഉണ്ടാവരുത് എന്നുള്ള അർത്ഥമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തത് കാംസ്യഭോജനം. പിന്നെ പറയുന്നു ഘട്വാനിദ്ര. ഘട്വാനിദ്ര എന്ന് വെച്ചാൽ കട്ടിലിലെ ഉറക്കം എന്നുള്ള അർത്ഥം. അപ്പൊ കട്ടിൽ കിടന്നുറങ്ങുക എന്ന് വെച്ചാൽ അതുകൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക, ആ ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നല്ല സുഖമായിട്ട് കട്ടിലിലും കിടക്കയിലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് രാവിലെ എണീക്കാൻ നല്ല മടിയൊക്കെ തോന്നുന്നത്. നേരെ മറിച്ച് നിലത്ത് കിടക്കുകയാണെങ്കിൽ, നിലത്തൊരു വിരിയിൽ മാത്രമായിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ഉണർന്നാൽ ഉടനെ എണീറ്റ് പോരാം എന്നൊക്കെ തോന്നും. ഇങ്ങനെ സുഖമായിട്ട് കിടക്കുന്ന സമയത്ത് കുറച്ചൊരു മടി ഉണ്ടാവും, ഒന്നുകൂടി പൊതിച്ച് കിടക്കാം എന്നൊക്കെ എല്ലാവർക്കും തോന്നും. അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കട്ടിലില് കിടന്നുറങ്ങുക, കട്ടിലില് കിടന്നുറങ്ങരുത് എന്ന് പറയുന്നത്. അത് നിഷിദ്ധമായിട്ട് പറയുന്നത് ഘട്വാനിദ്ര. പിന്നെ അടുത്ത കാര്യം ഗൃഹേ സ്നാനം. വീട്ടിലെ കുളി പാടില്ല. അപ്പൊ എന്താ ഉദ്ദേശം? വീട്ടിൽ നല്ല കുളിക്കേണ്ടത് കുളത്തിലോ അല്ലെങ്കിൽ നദിയിലോ സമുദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യതീർത്ഥങ്ങളിലോ ഒക്കെയാണ്. അപ്പൊ വീട്ടിലെ കുളി നിഷിദ്ധാണ്. അതുപോലെ നിഷിദ്ധസ്യാച ഭക്ഷണം. നിഷിദ്ധന്റെ ഭക്ഷണം. നിഷിദ്ധന്റെ ഭക്ഷണം എന്ന് വെച്ചാൽ അസാൻമാർഗികര് തരുന്ന ഭക്ഷണം കഴിക്കരുത്. നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവര് വച്ചു തരുന്നതോ അല്ലെങ്കിൽ അവര് നമുക്ക് ദാനമായിട്ട് തരുന്നതോ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്കറിയാം, നമ്മളിപ്പോ ഒരാളുടെ സൗജന്യം സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് ചേർന്ന് അയാളോട് കൂട്ടുകൂടി കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാളൊരു സ്നേഹം, അയാളോടൊരു കടപ്പാടുണ്ടാവും. അപ്പൊ ദുർജനങ്ങളുമായിട്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് മഹാഭാരതത്തിലും ഭാഗവതത്തിലൊക്കെ കാണാം, ശ്രീകൃഷ്ണൻ ദൂതിനായിട്ട് ഹസ്തിനാപുരിയിൽ പോയ സമയത്ത് അവിടെ ദുര്യോധന മഹാരാജാവ് അദ്ദേഹത്തെ സൽക്കരിക്കാൻ ഒരുങ്ങുന്നു. ദുര്യോധനൻ മഹാരാജാവാണ്, അതിഗംഭീരമായിട്ടുള്ള ഭക്ഷണവും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കും. പക്ഷെ കൃഷ്ണൻ അത് സ്വീകരിക്കാതെ വിതുരന്റെ കൂടെ പോയതായിട്ട് കാണാം. കാരണം ദുര്യോധനൻ ദുർമാർഗിയാണ്. അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൂടെ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു മമത ഉള്ളിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ആ ദുര്യോധനന്റെ ഭക്ഷണം കഴിക്കാതെ വിതുരന്റെ ഗൃഹത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ നിഷിദ്ധസ്യാച ഭക്ഷണം, നിഷിദ്ധന്റെ ഭക്ഷണം വൈശാഖ മാസത്തില് ഒഴിവാക്കണം. ഇങ്ങനെ 8 കാര്യങ്ങള് വൈശാഖത്തിൽ ഒഴിവാക്കണം എന്നാണ്. ദിഭുക്തം നക്തഭോജനം, 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതും രാത്രി ഭക്ഷണം കഴിക്കുന്നതും. 2 പ്രാവശ്യം കഴിക്കുക എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള അർത്ഥം എടുക്കാം. ഒന്ന് 2 നേരം കഴിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ 2 പ്രാവശ്യം വിളമ്പി കഴിക്കാറുണ്ടല്ലോ, അതാണ് ദിഭുക്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം വിളമ്പുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ മിക്കവാറും നമുക്ക് അതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും,
ശരിക്കും നമുക്ക് നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരീരത്തിന് ആദ്യത്തെ പ്രാവശ്യം വിളമ്പുന്ന ആ കുറച്ച് ഭക്ഷണം മാത്രമേ ആവശ്യമുള്ളൂ. ആയുർവേദ വിധിപ്രകാരമൊക്കെ അത്രയേ കഴിക്കാവൂ, പകുതി വയറേ നിറയാവൂ എന്നാണ്. അപ്പൊ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ രണ്ടാമത് എപ്പോഴും വിളമ്പുന്നത് വിശപ്പ് കൊണ്ടല്ല, നമ്മുടെ ആ ഭക്ഷണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് രണ്ടാമതും വിളമ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമതും വിളമ്പി നമ്മളിങ്ങനെ വയറ് നിറയെ കഴിക്കുന്ന അങ്ങനെ ഒരു ശീലാണ് നമുക്ക് പൊതുവേ ഉള്ളത്. അപ്പൊ അതൊഴിവാക്കിയിട്ട് രണ്ടാമത്തെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് ദ്വിഭുക്തം, അതായത് കുറച്ചേ കഴിക്കാവൂ എന്നുള്ള അർത്ഥം. പിന്നെ നക്തഭോജനം, രാത്രിയിലെ ഭക്ഷണവും ഒഴിവാക്കുക, അതായത് ഒരു നേരം ഭക്ഷണം കഴിക്കുക. ഇതിപ്പോ 2 തരത്തിൽ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, രാത്രി ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചിലരൊക്കെ ചെയ്യും, രാത്രി ഭക്ഷണം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് പറഞ്ഞത്, ദ്വിഭുക്തം എന്ന് പറഞ്ഞത്. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും മിതമായിട്ടേ കഴിക്കാവൂ, 2 പ്രാവശ്യം വിളമ്പി അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ള അർത്ഥം. ഇങ്ങനെ ഈ 8 കാര്യങ്ങള് വൈശാഖ മാസത്തില് വർജ്യമാണ്. അപ്പൊ ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് എന്തേ ഉള്ളൂ, നമ്മളൊരു വ്രതത്തിലാണ് എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും കുളിക്കുന്ന സമയത്താണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോ ഈ ഒരു മാസക്കാലം ഒരു വ്രതാചരണത്തിലാണ്, അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അതിനനുസരിച്ച് നമ്മൾ എന്തും ചെയ്യാവൂ എന്നുള്ളതാണ് ഇതിനെ കൊണ്ടൊക്കെ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ടാവും എന്ന് പറയാണ്. പത്മപത്രേതു യോ ഭുങ്ക്തേ വൈശാഖേ വ്രതസംസ്ഥിത സതു പാപവിനിർമുക്തോ വിഷ്ണുലോകം ച ഗച്ഛതി. അപ്പൊ ഇങ്ങനെയൊന്നും അല്ലാതെ പത്മപത്രത്തില്, താമരയിലയില് കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന ആള് വിഷ്ണുലോകത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയാണ്. പിന്നീട് എന്തൊക്കെയാണ് വൈശാഖത്തിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. വൈശാഖേ മാസി മധ്യാഹ്നേ ശ്രൗതാനാം തു ദ്വിജന്മനാം പാദാവനേജനം കുര്യാത് തദ്വ്രതം സുവ്രതോത്തമം അധ്വശ്രാന്തം ദ്വിജം യസ്തു മധ്യാഹ്നേ സ്വഗൃഹാഗതം ഉപവേശ്യാസനേ രമ്യേ കൃത്വാ പാദാവനേജനം ധൃത്വാ ശിരസിതാശ്ചാപോ വിധ്വസ്താഖിലബന്ധന ഗംഗാദി സർവതീർത്ഥേഷു സ്നാതോ ഭവതി നിശ്ചിതം. നമുക്കറിയാം, വൈശാഖം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് 2-3 കാര്യങ്ങളാണ് ഓടി വരിക. ഒന്ന്, രാവിലെ നേരത്തെയുള്ള കുളി, അതൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം ദാനമാണ്. അപ്പൊ ദാനത്തെ പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ഇവിടെ പറയാണ്. വൈശാഖേ മാസി മധ്യാഹ്നേ, വൈശാഖത്തില് മധ്യാഹ്ന സമയത്ത് ശ്രൗതാനാം തു ദ്വിജന്മന, ശ്രൗതനായിട്ടുള്ള, അതായത് വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സജ്ജനം ആയിട്ടുള്ള ദ്വിജന്മാർക്ക് പാദാവനേജനം കുര്യാത്, അവരുടെ കാല് കഴുകി, അവരെ കാല് കഴുകിച്ചിരുത്തുക. സുവ്രതോത്തമം, നല്ല വ്രതോത്തമനായിട്ടുള്ള ബ്രാഹ്മണനെ. ഇവിടെ ബ്രാഹ്മണനെ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ സജ്ജനം, മഹാത്മാവ് എന്നുള്ള അർത്ഥം എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മധ്യാഹ്ന എന്ന് പറയുന്നത്? സ്വാമിജി ഇന്നലെ പറഞ്ഞു, വൈശാഖം എന്ന് പറയുമ്പോൾ, ഈ കാലം എന്ന് പറയുമ്പോൾ കാലാവസ്ഥ വളരെ രൂക്ഷമാണ്. മധ്യാഹ്നത്തില് വളരെ ചൂട് കൂടിയ ആ സമയത്ത് സ്വഗൃഹാഗതം ദ്വിജം, വീട്ടിലേക്ക് വരുന്ന ആ മഹാത്മാവിനെ, ആ ബ്രാഹ്മണനെ ഉപവേശ്യാസനേ രമ്യേ കൃത്വ, വളരെ രമ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആസനത്തില്, ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ കാല് കഴുകിച്ച് ധൃത്വാ ശിരസിതാശ്ചാപോ വിധ്വസ്താഖില ബന്ധന, ആ കാല് കഴുകിയ ആ തീർത്ഥം നമ്മുടെ ശിരസിൽ ധരിക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തെ കാല് കഴുകിച്ച് നമസ്കരിക്കുന്ന സമയത്ത് ഗംഗാദി സർവതീർത്ഥേഷു സ്നാതോ ഭവതി നിശ്ചിതം. അങ്ങനെ ആ തീർത്ഥം നമ്മൾ ശിരസിൽ ധരിക്കുമ്പോ നമ്മളെ ഗംഗ മുതലായിട്ടുള്ള എല്ലാ തീർത്ഥങ്ങളിലും മുങ്ങിക്കുളിച്ച ഫലമാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഉച്ച സമയത്ത് ഈ വെയിലും ഒക്കെ സഹിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മഹാത്മാവ്, അദ്ദേഹത്തെ വളരെ നല്ല വാക്കുകളോടുകൂടി, നല്ല മുഖത്തോടുകൂടി സ്വീകരിച്ച് ഇരുത്തി കുറച്ച് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന, അദ്ദേഹത്തെ പൂജിക്കുന്ന
ആ ഒരു പുണ്യം അത് എന്താണ്, നമ്മൾ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി എല്ലാ പുണ്യ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഭാഗവതം മുതലായ പുരാണങ്ങളില് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ തീർത്ഥം എന്നുള്ളത് സജ്ജനങ്ങളാണ് എന്നത്. യുധിഷ്ഠിരൻ വിതുരരോട് പറയുന്നുണ്ട്, തീർത്ഥീ കുർവന്തി തീർത്ഥാനി, അങ്ങയെ പോലുള്ള സജ്ജനങ്ങള് ഓരോ തീർത്ഥങ്ങളിലും പോകുന്ന സമയത്ത് ആ തീർത്ഥങ്ങളെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വലിയ തീർത്ഥം എന്ന് പറയുന്നത് സജ്ജനങ്ങളാണ്. അപ്പൊ അവരെ സ്വീകരിച്ചിരുത്തുക, അവരെ സൽക്കരിക്കുക. അത് ഈ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഇനി ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പറയാണ്. അസ്നായി വാപ്യപത്രാശി വൈശാഖം തു നയേദ്യതി രാസഭീയോനിമാസാദ്യ പശ്ചാദശ്വതരോ ഭവേത് ദൃഢാംഗോ രോഗഹീനശ്ച തഥാ സ്വസ്ഥോപി മാനവ വൈശാഖേ തു ഗൃഹേ സ്നാത്വാ ചാണ്ഡാലീം യോനിമാപ്നുയാത് വൈശാഖേ മാസി രാജേന്ദ്ര മേഷ സംസ്ഥേ ദിവാകരേ ന കരോതി ബഹിസ്നാനം ശ്വാനയോനിശതം വ്രജേത്. പുരാണങ്ങളിൽ കാണുന്ന മാഹാത്മ്യ ഭാഗങ്ങളിലൊക്കെ ഈ രണ്ട് തരത്തില് ആദ്യം ഫലശ്രുതി പറയും, ഇനി അത് ചെയ്തില്ലെങ്കിൽ എന്താണ് എന്നുള്ളതും പറയും. അതിന്റെ ഒരു രീതിയാണ്. അപ്പൊ നമ്മളെ കൂടുതലായിട്ട് അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വൈശാഖ മാസത്തില് അസ്നായി ആയിട്ട്, അസ്നായി വാപ്യപത്രാശി, വൈശാഖ മാസത്തില് കുളിക്കാതെയും അപത്രാശിയായിട്ടും, പത്രാശി എന്ന് വെച്ചാൽ ഇല മാത്രം ഭക്ഷിക്കുന്ന ആള്. അപ്പൊ ഇല മാത്രം ഭക്ഷിക്കാതെയും ഇരുന്നിട്ട്, അതായത് ഇലയല്ലാത്ത മറ്റെല്ലാം ഭക്ഷിച്ചിരിക്കുന്ന ആള്. ഇവിടെ ഇല ഭക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് മിതാഹാരം എന്ന ഉദ്ദേശമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പഴങ്ങൾ മാത്രം കഴിക്കുക അതൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ എല്ലാവർക്കും സാധിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ മിതാഹാരം എന്നുള്ള അർത്ഥം എടുക്കുക. ഇങ്ങനെ അപത്രാശിയായിട്ടും ആരാണോ വൈശാഖ മാസം കഴിച്ചു കൂട്ടുന്നത് അയാൾ രാസഭീയോനിമാസാദ്യ പശ്ചാത് അശ്വതരോ ഭവേത്. രാസഭം കഴുതയാണ്. കഴുതയുടെ ഗർഭത്തില് കുതിരയുടെ പുത്രനായിട്ട് ജനിക്കും എന്നാണ് പറയുന്നത്. അതായത് കഴുതയുടെയും കുതിരയുടെയും കൂടി മകനായിട്ട് ജനിക്കുന്നു. ഇനി ആരിങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ദൃഢാംഗോ രോഗഹീനശ്ച തഥാ സ്വസ്ഥോഭിമാനവ, വളരെ ദൃഢാംഗനായിട്ടുള്ള, നല്ല ദൃഢമായിട്ടുള്ള ശരീരം, നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. അതായത് വ്രതം എടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ചിലപ്പോ വല്ല രോഗിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം തീരെ ഇല്ലാത്ത ആളാണെങ്കിൽ ഇങ്ങനെയൊന്നും ചിലപ്പോ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഭക്ഷണം കഴിക്കേണ്ടി വരും കൃത്യസമയത്ത്, ചിലപ്പോ കുളത്തിൽ പോയിട്ട് കുളിക്കാനോ അങ്ങനെയൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഇതൊക്കെ സാധിക്കുന്ന ആള്, ദൃഢാംഗനായിട്ടുള്ള ആള്, രോഗഹീനശ്ച, യാതൊരു രോഗവും ഇല്ലാത്ത ആള്, അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യൻ വൈശാഖേതു ഗൃഹേ സ്നാത്വ, വൈശാഖ മാസത്തില് ഗൃഹത്തില് വീട്ടില് തന്നെ കുളിക്കുകയാണെങ്കിൽ, അതായത് തീർത്ഥങ്ങളിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ കുളിക്കുകയാണെങ്കിൽ ചാണ്ടാലിയും യോനിമാപ്നുയാത്, ചാണ്ടാല ജന്മം, ചാണ്ടാലന്റെ യോനിയിൽ പോയിട്ട് ജനിക്കുന്നു എന്നാണ് അർത്ഥാക്കുന്നത്. അതുപോലെ ന കരോതി ബഹിസ്നാനം സ്നാനയോനി ശ്വാനയോനി ശതം വ്രജേത്, അതുപോലെ പട്ടിയായിട്ട് ജനിക്കുന്നു. അസ്നാത്വാചാപ്യദത്വാച വൈശാഖോ യേന നീയത്തെ സ പിശാചോ ഭവേന്നൂനം അവൈശാഖാ ദഥോ വ്രജേത്. അസ്നാത്വ, കുളിക്കാതെ ഇരുന്നിട്ട്, അദത്വ, ആർക്കും ഒന്നും കൊടുക്കാതെ ഇരുന്നിട്ടും, വൈശാഖോ യേന നീയത്തെ, വൈശാഖ മാസം ആരാണോ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത്, ഒരു ദിവസം പോലും യഥാവിധി കുളിക്കാതെയും ആർക്കും ഒന്നും കൊടുക്കാതെയും ആരാണോ വൈശാഖ മാസം കഴിച്ചു കൂട്ടുന്നത് അദ്ദേഹം പിശാചായിട്ട് തീരും എന്നാണ്. പിശാച് എന്ന് വെച്ചാൽ ശരിയായ അർത്ഥം മാംസഭക്ഷണം കഴിക്കുന്ന ആള് എന്നാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മൃഗങ്ങൾ എന്നുള്ള അർത്ഥം, ക്രൂര മൃഗങ്ങൾ എന്നുള്ള അർത്ഥമാണ്.
അപ്പൊ അങ്ങനെയായിട്ട് തീരും. യോന ദദ്യാജലം ചാന്നം വൈശാഖേ ലോഭമാനസ പാപഹാനിം ദുഃഖഹാനിം നൈവാപ്നോതി ന സംശയ. യഹ ജലം അന്നം ച ന ദദ്യാത്. ആരാണോ ഈ വൈശാഖ മാസത്തില് ലോഭമാനസനായിട്ട്, അതായത് അത്യാഗ്രഹിയായിട്ട്, അല്ലെങ്കിൽ ഈ കൊടുക്കാനൊക്കെ വളരെ മടിയോട് കൂടിയിട്ട്, ഈ കൊടുത്താ കുറഞ്ഞു പോവോ എന്നൊക്കെ പേടിച്ചിട്ട് ആർക്കും ജലവും അന്നവും ഒന്നും കൊടുക്കാത്തത് അദ്ദേഹത്തിന് ഒരിക്കലും പാപഹാനിയും ദുഃഖഹാനിയും ഉണ്ടാവുന്നേയില്ല. പാപഹാനിം ദുഃഖഹാനിം നൈവാപ്നോതി. ഒരിക്കലും പാപഹാനി, പാപം നശിക്കുക, ദുഃഖം നശിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. ന സംശയ, ഒരു സംശയവും ഇല്ല ഇതിന്.